ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണ വീഡിയോ പെറ്റോണിയ ചെടികളെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു പെറ്റോണിയ ചെടിയുടെ ഒരു വലിയ ഗാർഡനിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി പെറ്റോണിയ ചെടികളും പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 20 വെറൈറ്റി പൂക്കളുണ്ട് ഈ പെറ്റോണിയയ്ക്ക്. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. ഈ പെറ്റോണിയ ചെടി സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു ചെടിയാട്ടോ. എന്നാലും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും ഈ പെറ്റോണിയ ചെടി നന്നായിട്ട് വളരും. ഇതിൻ്റെ കാലാവസ്ഥ ഒക്ടോബർ ടു മാർച്ചാണ് കേട്ടോ. ഇതുമ്മേ നിറയെ പൂക്കളുണ്ടാവണത് ആ സീസണിലാണ്. ഈ ചെടിക്ക് നന്നായിട്ട് തണുപ്പും വേണം, എന്നാൽ നല്ല വരണ്ട കാലാവസ്ഥയായിരിക്കണം. നമുക്ക് ഈ പെറ്റോണിയ ചെടികൾ തൂക്കിയിട്ടും വളർത്താം, ചെടിച്ചട്ടിയിലും വളർത്താം. ഇതിന് തണുപ്പാണ് ആവശ്യമെങ്കിലും വെയിലും ഇതിന് നന്നായിട്ട് ആവശ്യം കേട്ടോ. വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിക്കും. പിന്നെ ഇതിന് കൊടുക്കണം വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസവും ഇത് നനയ്ക്കണം. വെള്ളം ആവശ്യമുള്ള ചെടിയാട്ടോ. വെള്ളം നല്ല വാർന്നു പോണ പോട്ടിംഗ് മിക്സ് ആയിരിക്കണം ഇതിന്. അസയം വെള്ളം കെട്ടിക്കിടന്നാൽ ഇത് ചീഞ്ഞു പോകും ഇതിൻ്റെ വേരെല്ലാം. തൂക്കിയിട്ട് വളർത്തുന്ന ചെടി ഇണങ്ങി വെള്ളം നന്നായിട്ട് കൊടുക്കണം, കാരണം അത് പെട്ടെന്ന് വെള്ളം അതിൽ നിന്ന് വാർന്നു പോയിട്ടുണ്ടാവും. ഇലകളുമ്പോൾ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് കൊടുക്കേണ്ട വളം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കണതാണ് ഇതിന് നല്ലത്. പൂവിടാനും നന്നായിട്ട് വളരാനും ഒക്കെ ആയിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്താൽ മതി. 19-19-19 നേർപ്പിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഉണ്ടാവുന്ന പൂക്കളുണ്ടല്ലോ, ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ വിത്തുകളുണ്ടാവും. ആ വിത്തുകൾ നമ്മൾ കിളിർപ്പിച്ച് നമുക്കൊരുപാട് തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കാം കേട്ടോ. ഈ ചെടിക്ക് പ്രൂണിങ് അത്യാവശ്യം കേട്ടോ. ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ പൂവുണ്ടായി ഉണങ്ങി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മളിത് കട്ട് ചെയ്ത് കളയണം. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ തൈകൾ അതുമേന്ന് മുളച്ചു വരുള്ളൂ. ഇതിൻ്റെ കീടശല്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് മൈൽഡായിട്ടുള്ള കീടനാശിനി തളിച്ചു കൊടുക്കാണ് വേണ്ടത്. നിറയെ പ്രാണികളൊക്കെ ഇതുമ്പോൾ വന്നിരുന്ന് ഈ പൂവും ഇലയൊക്കെ നശിപ്പിക്കും. സൂര്യപ്രകാശം അത്യാവശ്യം കിട്ടേണ്ട ഒരു ചെടിയാട്ടോ ഇത്. ഈ ചെടി വേഗത്തിൽ വളരണമെങ്കിലും അത്യാവശ്യം വെള്ളവും വേണം, സൂര്യപ്രകാശവും വേണം.